ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വിഭവസമൃദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുക്കിയ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന കുറേ ആളുകൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഭക്ഷണം ആരുടെയും വായിലെത്തുന്നില്ല. കാരണം എല്ലാവരുടെയും കയ്യിൽ നീണ്ട വലിയ സ്പൂണുകളാണ്. സ്പൂണുകളിൽ ആഹാരം കോരിയെടുക്കുന്നു. പക്ഷേ ബഹളമല്ലാതെ അത് കഴിക്കുവാൻ സാധിക്കുന്നില്ല. എല്ലാവരും വലിയ സ്പൂണുകൾ കൊണ്ട് സ്വയം ഭക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഭക്ഷണം നിലത്ത് വീഴുന്നു. മുഖവും വസ്ത്രവുമെല്ലാം വൃത്തികേടായി. പുറത്തിറങ്ങുവാൻ കഴിയാതെ എല്ലാവരും അസ്വസ്ഥരായി. ചെറിയ മനുഷ്യരായ ഇവർ തങ്ങളുടെ മുൻപിലുള്ളത് ശരിയായി കൈകാര്യം ചെയ്യാനാകാതെ കോലാഹലമുണ്ടാക്കി സമയം കഴിക്കുന്നു. കഥ അവസാനിക്കുന്നില്ല. അടുത്ത മുറിയിൽ മറ്റൊരു കൂട്ടം ആളുകൾ ഇതേ തരത്തിലുള്ള നീണ്ട സ്പൂണുകൾ ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നു. ഒരു വ്യത്യാസമേയുള്ളൂ, അവർ സ്വയം ഭക്ഷിക്കുകയല്ല. നീണ്ട സ്പൂണിൽ ഭക്ഷണമെടുത്ത് മേശയ്ക്ക് മറുവശത്തിരിക്കുന്നവരെ തീറ്റുകയാണ്. പരസ്പരം ഭക്ഷണം പങ്കുവെക്കുന്നു. അതിനാൽ ആർക്കും തടസ്സമില്ലാതെ ഭക്ഷണം കഴിക്കാം. അവർ വലിയ മനസ്സുള്ള വലിയ മനുഷ്യരായിരുന്നു എന്നതാണ് വ്യത്യാസം. ഏത് മേശക്കരികിലാണ് നാം ഇരിക്കുന്നത്? പരസ്പരം പങ്കുവെക്കുവാൻ മനസ്സുള്ള വലിയ മനുഷ്യരാണോ നാം? ആത്മീക വളർച്ചയിൽ നാം എത്ര ദൂരം പിന്നിട്ടു? ദൈവരാജ്യത്തിന് പകരം സ്വന്തം നിറവും ലേബലും ചേർത്ത് സ്വയം സാമ്രാജ്യം സൃഷ്ടിച്ച് ബന്ധങ്ങളെ മറക്കുന്നവരുടെ ഇടയിൽ ചെറിയ മനസ്സുള്ള ചെറിയ മനുഷ്യനാകാൻ നാം അവസരം കൊടുക്കരുത്. ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ ചരിക്കുകയും അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൂരിവെച്ച് ഒരു തുവാലയെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുടയ്ക്കുവാനും തക്കവണ്ണം സ്വയം താഴ്മ ധരിക്കുകയും ചെയ്ത അരുമനാഥൻ്റെ അനുയായികളായ നമുക്ക് ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ. മഞ്ഞുകാല നിദ്രയിലാണ്ട വൃക്ഷത്തിന് കൂമ്പും നാമ്പും വിടരുന്നതുപോലെ നന്മയും സ്നേഹവും ഉൾക്കൊണ്ട് നിങ്ങളിൽ നിന്നൊരു ക്രിസ്തു ജനിക്കണം. റോമർ 13:14. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.